ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. റിവറ്റഡ് ജോയിൻ്റ് അതിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിനി അടുത്ത് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ്. എ ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻ്റ് ഈസ് മെയ്ഡ് between 16 mm thick plates. The rivet diameter and pitch are 20 mm and 80 mm. റിവറ്റ് ഡയാമീറ്റർ 20 mm ആണ്, 80 mm പിച്ച്. ഇഫ് ദ പെർമിസിബിൾ stresses are 80 MPa in tension, അതായത് സിഗ്മ ടി, 60 MPa in shear, സിഗ്മ എസ്, and 120 MPa in crushing, അതായത് സിഗ്മ സി 120. Find the minimum force per pitch which will rupture the joint. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതാം. ഗിവൺ ടൈപ്പ് ഓഫ് ജോയിന്റ് ലാപ്പ് ജോയിന്റ് ആണ്, പിന്നെ ഡബിൾ റിവറ്റിനാണ്. അപ്പം ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിന്റെ മുകളിൽ വേറെ പ്ലേറ്റ് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് രണ്ട് റോ ഓഫ് റിവറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പം നമ്പർ ഓഫ് റിവറ്റ്സ് എന്ന് പറയുന്നത് n=2 ആണ്. അതായത് നമ്പർ ഓഫ് റിവറ്റ്സ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റോ ആണ്. പ്ലേറ്റിന്റെ തിക്നെസ് 16 mm ആണ്. ദെൻ ഡയാമീറ്റർ ഓഫ് റിവറ്റ് 20 mm, pitch P=80 mm, sigma T 80 MPa, tau 60 MPa, and sigma C=120 MPa. Then find minimum of PT, PC, and PS. അത് ടിയർ സ്ട്രെങ്ത്, ക്രഷിംഗ് സ്ട്രെങ്ത് ആൻഡ് ഷിയർ സ്ട്രെങ്ത്. ഇതിനകത്ത് മൂന്നും കണ്ടുപിടിച്ചത് അതിനകത്ത് മിനിമം കണ്ടുപിടിക്കണം. അപ്പം ടിയറിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പി ടി, ക്യാപിറ്റൽ ലെറ്റർ പി ടി = ഇവിടെ സ്മോൾ പി മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. ഇത് ഇക്വേഷൻ നമ്പർ 5.6b ആണ്, പേജ് നമ്പർ 80. ഇതിൽ പിച്ച് തന്നിട്ടുണ്ട് 80 mm, ഡയാമീറ്റർ 20 mm. ഇവിടെ ഡയാമീറ്റർ ഓഫ് റിവറ്റ് ആണ് തന്നിരിക്കുന്നത്, അത് യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രത്യേകം എടുത്തു പറയും റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്ററാണ് ഡി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിസൈൻ പ്രോബ്ലം അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡയമീറ്റർ ഓഫ് റിവറ്റ് വെച്ചിട്ട് ചെയ്യേണ്ടത്. തിക്നെസ് 16 mm, ദെൻ സിഗ്മ ടി 80 mm. അപ്പോൾ ടിയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 76,800 ന്യൂട്ടൺ. ഇനി ഷിയറിംഗ് റെസിസ്റ്റൻസ് പി എസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ N1 + 1.875 N2 ഇൻറ്റു പൈ d²/4 ഇൻറ്റു ടോ. ഈ ഇക്വേഷൻ നമ്പർ 5.6d ആണ്. ഇവിടെ പേജ് നമ്പർ 80 ഇക്വേഷൻ. അവിടെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു ഡാറ്റ ബുക്കിൽ. ഈ ഡാറ്റ ബുക്ക് റീപ്ലേസ് 1/N1, 1 കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1 ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് N1 ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ ലാപ്പ് ജോയിന്റ് ഓൾ റിവറ്റ്സ് ആർ ഇൻ സിംഗിൾ ഷിയർ. ലാപ്പ് ജോയിൻ്റെ കേസിലാണെങ്കിൽ എല്ലാ റിവറ്റ്സും സിംഗിൾ ഷിയറിലായിരിക്കും. നമ്മൾ ഡബിൾ ഷിയർ ഒക്കെ വരുന്നത് ബഡ് ജോയിന്റിൽ മാത്രം. ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റിൽ വരുമ്പോഴാണ് ഡബിൾ ഷിയർ വരുന്നത്. അപ്പോൾ N2 എന്ന് പറയുന്നില്ല, നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ 0 ആണ്. ദെൻ N1 = 2. സിംഗിൾ ഷിയറിൽ വരുന്ന 2 റിവറ്റ്സ് ഉണ്ട്, അപ്പോൾ 2 റോ ആണുള്ളത്, അപ്പോൾ 2 റിവറ്റ്സ്. ദെൻ PS = 37699.11 ന്യൂട്ടൺ കിട്ടി. അപ്പോൾ ഷിയറിംഗ് റെസിസ്റ്റൻസ് കിട്ടി. ഇനി വേണ്ടത് ക്രഷിംഗ് റെസിസ്റ്റൻസ് ആണ്, PC. അത് N1 × TI + N2 × T × D × സിഗ്മ C ആണ് ഇക്വേഷൻ. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. TI എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പ്ലേറ്റും ഔട്ടർ പ്ലേറ്റും, അത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ബഡ് ജോയിൻറ്റിനകത്താണ്. അതായത് 2 പ്ലേറ്റുകൾ നമ്മൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് അടിയിലൊരു സ്ട്രാപ്പ് പ്ലേറ്റും മുകളിലൊരു സ്ട്രാപ്പ് പ്ലേറ്റും വെക്കും. അടിയിൽ വരുന്ന സ്ട്രാപ്പ് പ്ലേറ്റ് ആണ് ഇന്നർ പ്ലേറ്റ്. അതിൻ്റെ തിക്നെസ് ആണ് TI എന്ന് ഉദ്ദേശിക്കുന്നത്. T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റ്. അപ്പോൾ ഇവിടെ TI എന്നുള്ള ടേം ഇല്ല ലാപ്പ് ജോയിൻ്റ് ആയതുകൊണ്ട്. മാത്രമല്ല N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ. ഇവിടെ TI എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ഇന്നർ കവർ പ്ലേറ്റ്, അത് ഇവിടെ ഇല്ല. ഫോർ ലാപ്പ് ജോയിന്റ് TI = T. അപ്പോൾ ലാപ്പ് ജോയിന്റ് കേസിൽ നമുക്ക് TI = T എടുക്കാം. TI എന്നുള്ളത് T ആയിട്ട് എടുക്കാം ലാപ്പ് ജോയിന്റ് കേസിൽ. അപ്പോൾ ഇന്നർ കവർ പ്ലേറ്റ് ഇല്ല. ഞാൻ N1 = 2 ഉണ്ട്, നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ. N2 0 ആണ്.
അപ്പോൾ പി സി ഇസിക്കൽ ടു ക്രഷിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് N1 ഇൻറ്റു ടി N2 ഇൻറ്റു 0. ഇവിടെ N2 0 ആണ്. അപ്പോൾ പിന്നെ അത് നോക്കണ്ട. അപ്പോൾ പിന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 76,800 ന്യൂട്ടൺ കിട്ടും. The minimum force at which rupture the joint is the least of PC, PS and PT. Then minimum force which will rupture the joint എന്ന് പറയുന്നത് മൂന്നെണ്ണത്തിൽ മൂന്ന് ലോഡുകൾ മൂന്ന് ഫോഴ്സുകൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് മിനിമം വരുന്നത് ഏതാണ്? പി എസ് ആണ്. അതായത് 37,699.11 ന്യൂട്ടൺ. നെക്സ്റ്റ്, എ ഡബിൾ റിവറ്റഡ് ഡബിൾ കവർ ബഡ് ജോയിന്റ്. ഡബിൾ റിവറ്റഡ് ആണ്, അത് 2 റോ റിവറ്റ്സ് ഉണ്ട്. ഡബിൾ കവർ ബട്ട് ജോയിന്റ് വിത്ത് പ്ലേറ്റ്സ് 20 mm തിക്ക് is made with 25 mm diameter rivets. Rivet diameter 25 mm ആണ്. At 100 mm pitch. The permissible stresses are sigma T എന്ന് പറയുന്നത് 120 MPa tensile stress, tau shear stress 100 MPa, crushing stress 150 MPa. Then find the efficiency of the joint taking the strength of rivet in double shear as twice that of single shear. അതായത് സ്ട്രെങ്ത് ഇൻ റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ എന്ന് പറയുന്നത് ട്വൈസ് ദാറ്റ് ഓഫ് സിംഗിൾ ഷിയർ. സിംഗിൾ ഷിയർ വരുന്ന അതിൻ്റെ ഡബിൾ ആയിരിക്കും ഡബിൾ ഷിയർ വരുന്ന റിവറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന്. അപ്പോൾ തന്നിരിക്കുന്നത് ടൈപ്പ് ഓഫ് ജോയിന്റ് തന്നിട്ടുണ്ട്. ബട്ട് ജോയിന്റ് ആണ്, ഡബിൾ റിവറ്റഡ് ആണ്, ഡബിൾ കവർ അല്ലെങ്കിൽ ഡബിൾ സ്ട്രാപ്പ് ഉണ്ട്. ദെൻ നമ്പർ ഓഫ് റിവറ്റ്സ് N, 2 റിവറ്റ്, 2 റോ ഓഫ് 2 റോസ് ഓഫ് റിവറ്റ്സ് ആണ്. ടി ഐ എന്ന് പറയുന്നത് 2 ആണ്, അതായത് കവർ പ്ലേറ്റ് 2 കവർ പ്ലേറ്റ് ഉണ്ട് ടി ഐ വരുമ്പോൾ. ദെൻ പ്ലേറ്റ് തിക്നെസ് എന്ന് പറയുന്നത് 20 mm, ഡി എന്ന് പറയുന്നത് 25 mm, പിച്ച് 100 mm, പിന്നെ സ്ട്രെസ്സുകൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എഫിഷ്യൻസി ഓഫ് ദ ജോയിന്റ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് പി സി പി ടി പി സി ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം പി സി കണ്ടുപിടിക്കാം. പി സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഇക്വേഷൻ നമ്പർ 5.6e ആണ്. ഇതിനകത്ത് N1 ഇവിടെ ഡബിൾ സ്ട്രാഫ് ആണ്. ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് ആണ്, ഡബിൾ റിവറ്റഡ് ആണ്. ഡബിൾ റിവറ്റ് എന്ന് പറയുമ്പോൾ 2 റോ ഓഫ് റിവറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ സിംഗിൾ ഷിയർ ഇല്ല, അപ്പോൾ N1 0 ആയിരിക്കും. ഡബിൾ ഷിയർ ഉണ്ട് രണ്ടെണ്ണത്തിൽ, therefore N2 2 ആയിരിക്കും, T 20. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി സി കിട്ടും. ഇനി പി ടി, ടിയറിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് P മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. പിച്ച് 100, ദെൻ ഡയമീറ്റർ 25 ഇൻറ്റു 20 ഇൻറ്റു 120. അപ്പോൾ ടിയറിംഗ് റെസിസ്റ്റൻസ് കിട്ടി. ദെൻ പി എസ് എന്ന് പറയുന്നത് ഷിയറിംഗ് റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു N1 പ്ലസ് 1.875 N2 ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു ടോ. ഇക്വേഷൻ നമ്പർ നോട്ട് ചെയ്യാം. ഇവിടെ സിംഗിൾ ഷിയർ ഇല്ലാത്തതുകൊണ്ട് N1 0, ദെൻ ഡബിൾ ഷിയർ ഉള്ളത് 2 എണ്ണം ഉണ്ട്, അപ്പോൾ 1.875 ഇൻറ്റു 2. പിന്നെ റിവറ്റ് ഡയമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടോ 100 കൊടുക്കുക, ദെൻ ഷിയറിംഗ് റെസിസ്റ്റൻസ് കിട്ടി. ഇതിനകത്ത് മിനിമം വാല്യൂ ആണെന്ന് നോക്കണം. ദെൻ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് പി, ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് സ്മോൾ പി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. സ്മോൾ പി എന്ന് പറയുന്നത് പിച്ചാണ്, 100 ഇൻറ്റു തിക്നെസ് ഓഫ് പ്ലേറ്റ് 20, സിഗ്മ ടി എന്ന് പറയുന്നത് 120. ക്യാപിറ്റൽ പി സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് 24 2,40,000 ന്യൂട്ടൺ ആണ്. ഇനി നമുക്ക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഓഫ് പി സി പി എസ് ആൻഡ് പി ടി. അപ്പോൾ ഷിയറിംഗ് റെസിസ്റ്റൻസ്, ക്രഷിംഗ് റെസിസ്റ്റൻസ് ആൻഡ് ടിയറിംഗ് റെസിസ്റ്റൻസ് മൂന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മിനിമം വാല്യൂ വരുന്നത് പി സിക്കാണ്. പി സി എത്രയാണ്? 1,50,000. പി ടി എന്ന് പറയുന്നത് 1,80,000. പി എസ് എന്ന് പറയുന്നത് 1,84,077. അപ്പോൾ കുറവ് വരുന്നത് പി സി ആണ്. അപ്പോൾ പി സി ഡിവൈഡ് ബൈ പി ആണ് എഫിഷ്യൻസി. It is equal to 62.5%. Then next, find the efficiency of the following riveted joints
അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ഓഫ് 6 mm പ്ലേറ്റ്സ് വിത്ത് 20 mm ഡയാമീറ്റർ റിവറ്റ്സ് ഹാവിംഗ് എ പിച്ച് 50 mm. സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ആണ്. സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് എന്ന് പറയുമ്പോൾ n is equal to 1 ആയിരിക്കും. അതുപോലെ n1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ 1 തന്നെ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ഓഫ് ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് റിവറ്റ്സ് n is equal to 2 ആയിരിക്കും. അതുപോലെ n1 is equal to 2 ആയിരിക്കും. 6 mm പ്ലേറ്റ് ആണ്. T 6 mm then 20 mm diameter. D is equal to 20 mm. Then rivets having a pitch of 65 mm. Pitch 65 mm ഉണ്ട്. Assume അപ്പോൾ അവിടെ സിഗ്മ ടി 120 MPa പെർമിസിബിൾ ഷിയർ സ്ട്രെസ്, അതായത് സിഗ്മ എസ് 90 MPa പെർമിസിബിൾ ക്രഷിംഗ് ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ടോ ഇസ് ഈക്വൽ ടു 90 MPa, ക്രഷിംഗ് എന്ന് പറയുന്നത് സിഗ്മ സി 180 MPa. സൊല്യൂഷൻ ഫസ്റ്റ് ജോയിന്റ് എന്ന് പറയുന്നത് സിംഗിൾ റിവറ്റഡ് ആണ്, ലാപ്പ് ജോയിന്റ് ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് ജോയിന്റ് ലാപ്പ് ജോയിന്റ് ആണ്. സിംഗിൾ റിവറ്റഡ് എന്ന് പറയുമ്പോൾ n is equal to 1 ആണ്. ടി പ്ലേറ്റിന്റെ തിക്നെസ് 6 mm, ഡയാമീറ്റർ 20 mm, പിച്ച് 50 mm, പിന്നെ സ്ട്രെങ്ത്തുകൾ ടെൻസൈൽ സ്ട്രെങ്ത് 120, ഷിയർ സ്ട്രെങ്ത് 90, then ക്രഷിംഗ് സ്ട്രെങ്ത് 180. then efficiency is equal to least of PT PS PC by P. അപ്പോൾ ടിയറിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതെന്ന് പറയുന്നത് P മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി ആണ്. അപ്പം ഡാറ്റബുക്കുള്ള ഇക്വേഷൻ നോക്കുക. അതിനകത്ത് പിച്ച് 50 മൈനസ് ഡയാമീറ്റർ 20 ഇൻറ്റു തിക്നെസ് 6 സിഗ്മ ടി 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 21,600 ന്യൂട്ടൺ ആണ് ടിയറിംഗ് റെസിസ്റ്റൻസ് കിട്ടുന്നത്. അതുപോലെ ഷിയറിംഗ് റെസിസ്റ്റൻസ് PS is equal to N1 plus 1.875 N2 into pi d square by 4 into tau. ഇക്വേഷൻ നമ്പർ 5.6D പേജ് നമ്പർ 80 ഇവിടെ ലാപ്പ് ജോയിന്റ് ആയതുകൊണ്ട് ഡബിൾ ഷിയർ ഇല്ല. അപ്പോൾ N2 is equal to 0, പിന്നെ N1 is equal to 1. അതായത് സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ആയതുകൊണ്ട് 1 റിവറ്റ് ഇൻ സിംഗിൾ ഷിയർ, അതായത് 1 റോ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ. അപ്പോൾ പി എസ് കിട്ടും. ഷിയറിംഗ് റെസിസ്റ്റൻസ് 28,274.33 ന്യൂട്ടൺ. അടുത്തത് ക്രഷിംഗ് റെസിസ്റ്റൻസ് പി സി. ക്രഷിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് N1 ഇൻറ്റു ടി ഐ പ്ലസ് N2 ഇൻറ്റു ടി ഇൻറ്റു ഡി ഇൻറ്റു സിഗ്മ സി. ഇവിടെ ലാപ്പ് ജോയിന്റ് ആയതുകൊണ്ട് ടി ഐ ഈസിക്കൽ ടു ടി എടുക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 6 mm. N2 0 ആണ്. N1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 6 പ്ലസ് 0 ഇൻറ്റു 20 ഇൻറ്റു 180, 21,600 ന്യൂട്ടൺ. ഇനി മൂന്നും കമ്പയർ ചെയ്യുക. അതിനകത്ത് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 21,600 ന്യൂട്ടൺ ആണ്. അത് ഏതിനാ വരുന്നത്? പി സിക്കാണ്. ഇനി സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ടു സ്മോൾ പി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. ഡാറ്റാബുക്കിലെ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ നമ്പർ 5.6A പേജ് നമ്പർ 80. പിച്ച് എന്ന് പറയുന്നത് 50 mm, തിക്നെസ് 6 mm, ദെൻ ടെൻസൈൽ സ്ട്രെസ് 120 mm. അപ്പോൾ 36,000 ന്യൂട്ടൺ ആണ്. ദെൻ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു പി സി ഡിവൈഡ് ബൈ പി. പി സി ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ പി സി ഡിവൈഡ് ബൈ പി, അതായത് 60% എഫിഷ്യൻസി. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ആണ്. അപ്പോൾ ഡബിൾ റിവറ്റഡ് ആയതുകൊണ്ട് നമ്പർ ഓഫ് റിവറ്റ്സ് n is equal to 2, d is equal to 20 mm, p 65 mm തന്നിട്ടുണ്ട്, സിഗ്മ ടി 120 MPa, ടോ 90 MPa, സിഗ്മ സി 180 MPa. എഫിഷ്യൻസി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീസ്റ്റ് ഓഫ് പി ടി പി സി പി എസ് ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അപ്പോൾ പി ടി കണ്ടുപിടിക്കാനായിട്ട് പി മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. ഇക്വേഷൻ നമ്പർ 5.6B പേജ് നമ്പർ 80. പിച്ച് ഇവിടെ സെക്കൻഡ് കേസിൽ 65 ആണ്, മൈനസ് ഡയാമീറ്റർ 20, തിക്നെസ് 6 ആൻഡ് 120 ആണ് സിഗ്മ ടി. അപ്പോൾ 32,400 ന്യൂട്ടൺ ആണ് ടിയറിംഗ് റെസിസ്റ്റൻസ് കിട്ടുന്നത്. ഇനി ക്രഷിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് N1 ഇൻറ്റു ടി ഐ പ്ലസ് N2 ഇൻറ്റു ടി ഇൻറ്റു ഡി ഇൻറ്റു സിഗ്മ സി. ഇവിടെ N1 എന്ന് പറയുന്നത് 2 ആണ്. ലാപ്പ് ജോയിന്റ് ആയതുകൊണ്ട് ടി ഐ ഈസ് ഈക്വൽ ടു ടി ഈക്വൽ ടു 6 mm. ദെൻ N2 ഈസ് ഈക്വൽ ടു 0. അതിന് ഡബിൾ ഷിയർ ഇല്ല. അപ്പോൾ ഇവിടെ ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ആയതുകൊണ്ട് 2 റിവറ്റ്സ് ആണ് സിംഗിൾ ഷിയർ ഉള്ളത്. ദെൻ പി സി ഈക്വൽ ടു ഇത്രയും കിട്ടും,
3200 Newton. Then PS, shearing strength N1 plus 1.875 N2 into pi d square by 4 into tau. ഇത് ഇക്വേഷൻ 5.6d ആണ്, പേജ് നമ്പർ 80. ഇവിടെ N1 എന്ന് പറയുന്ന നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ 2 ആണ്. ഇവിടെ N2 0 ആണ്. ദെൻ D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പൈ ഇൻറ്റു 20 സ്ക്വയർ ബൈ 4 ഇൻറ്റു ടോ 90. ദെൻ PS എന്ന് പറയുന്നത് 56,548.67 ന്യൂട്ടൺ. ഇനി ലീസ്റ്റ്, ഈ മൂന്നെണ്ണത്തിലും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 32,400 ആണ്. അത് ഏതിനാ വരുന്നത്? PT ആണ്. PT ആണ് ഏറ്റവും ചെറുത്. ദെൻ എഫിഷ്യൻസി, അപ്പോൾ അതിന് മുമ്പ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് P, ക്യാപിറ്റൽ P ഈസിക്കൽ ടു സ്മോൾ p ഇൻറ്റു T ഇൻറ്റു സിഗ്മ T. സ്മോൾ p എന്ന് പറയുന്നത് പിച്ച് 65 mm, തിക്നെസ് 6 mm, സിഗ്മ T സ്ട്രെസ് 120 ന്യൂട്ടൺ MPa, അപ്പോൾ 46,800 ന്യൂട്ടൺ. ദെൻ എഫിഷ്യൻസി ഈസിക്കൽ ടു PT ഡിവൈഡ് ബൈ P, അപ്പോൾ 32,400 ഡിവൈഡ് ബൈ 46,800, അപ്പോൾ 69.23% ആണ് എഫിഷ്യൻസി. നെക്സ്റ്റ്, ഡിസൈൻ ഓഫ് ബോയിലർ ജോയിൻറ്റ്സ്. എന്താണ് ബോയിലർ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്? നമുക്ക് ബോയിലർ അറിയാം. ബോയിലർ യൂസ് ചെയ്യുന്നതിന് എന്തിനാണെന്ന് നമുക്കറിയാം. ബോയിലർ എന്ന് കേട്ടിട്ടുണ്ട്, സ്റ്റീമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് അല്ലേ? ഹൈ പ്രഷർ സ്റ്റീം ആണ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ബോയിലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോയിലർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷെല്ലായിരിക്കും. അപ്പോൾ ഈ ഷെല്ല്, സിലിണ്ടർ, ഈ സിലിണ്ടറിക്കൽ ഷെല്ലൊക്കെ ഉണ്ടാകുന്നത് വെച്ചാൽ ഒറ്റ പീസായിട്ടല്ല ഉണ്ടാകുന്നത്. ആദ്യം തന്നെ ഒരു ഷീറ്റ് ആയിരിക്കും. ഷീറ്റിനെ നമ്മൾ വളച്ച് ബെൻഡ് ചെയ്ത് സർക്കുലർ ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിവറ്റ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബോയിലർ ഷെൽ നോക്കാം. എ ബോയിലർ ഷെൽ ഈസ് എ സിലിണ്ടറിക്കൽ പ്രഷർ വെസൽ. അത് സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു പ്രഷർ വെസലാണ് ഒരു ബോയിലർ ഷെൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 2 ഡയമെൻഷൻസ്. അതിന് 2 ഡയമെൻഷൻസ് ഉണ്ട്. അതായത് ഒന്ന് അതിൻ്റെ ലെങ്ത്, പിന്നെ അതിൻ്റെ ഡയാമീറ്റർ. അങ്ങനെ 2 ഡയമെൻഷൻസ് ഉണ്ട്. ഇനി ഈ സിലിണ്ടർ സെക്ഷൻസ്, സിലിണ്ടറിക്കൽ സെക്ഷൻസ് നമ്മൾ എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ബെൻഡിങ് ഷീറ്റ്സ്, അതായത് മെറ്റൽ ഷീറ്റിനെ പ്ലെയിൻ ആയിരിക്കും, അത് ബെൻഡ് ചെയ്ത് സർക്കിൾ ഷേപ്പിൽ, സിലിണ്ടറിക്കൽ ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് ജോയിനിങ് എഡ്ജസ് ജോയിൻ ചെയ്യും ബൈ റിവറ്റഡ് ജോയിന്റ്. അങ്ങനെ എഡ്ജസ് റിവറ്റഡ് ജോയിൻസ് വെച്ചിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് സിലിണ്ടറിക്കൽ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ദീസ് സെക്ഷൻസ് ആർ ദെൻ ജോയിൻഡ് ടുഗദർ ബൈ, അതുപോലെ ആദ്യം ഒരു പ്ലെയിൻ ഷീറ്റിനെ വളച്ച് സിലിണ്ടറിക്കൽ ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ ലെങ്ത്തിൽ റിവറ്റ് അടിച്ച് ജോയിൻ ചെയ്യും. ഇതുപോലെ 2-3 സെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി 2-3 സിലിണ്ടേഴ്സ് കൂടി ചേർത്തിട്ടാണ് ഒരു ലെങ്ത്തിൽ വലിയൊരു സിലിണ്ടർ ഷെല്ല് കിട്ടുന്നത്. അപ്പോൾ there are 2 types of joints in a boiler shell. 2 ടൈപ്പ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇത് ഒരു ഷീറ്റ് ആയിരിക്കും. ഇതൊരു ഷീറ്റ് ആയിരുന്നു. ആ ഷീറ്റിനെ വളച്ച് കൊണ്ടുവന്ന് 2 എൻഡും കൂടി മുട്ടിച്ചിട്ട് ഇതുപോലെ ഇപ്പുറത്തെ ഒരു സ്ട്രാപ്പ് പ്ലേറ്റും ഉള്ളിലൊരു സ്ട്രാപ്പ് പ്ലേറ്റും വെച്ചിട്ട് ജോയിൻ ചെയ്യും. ഇതാണ് ലോഞ്ചിറ്റ്യൂണൽ ജോയിന്റ്. കണ്ടോ, ഇത് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജോയിന്റ് ആണ്. ഇപ്പൊ എങ്ങനെയായിരിക്കും, അലോങ് ദി ലെങ്ത് ആയിരിക്കും നമ്മൾ റിവറ്റ് അടിക്കുന്നത്. അപ്പോൾ ബഡ് ജോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ്, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡനൽ ജോയിന്റ് എന്ന് പറയും. ഇതാണ് ലോഞ്ചിറ്റ്യൂണൽ ജോയിന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ദ എൻഡ്സ് ഓഫ് ദ പ്ലേറ്റ്. അപ്പോൾ പ്ലേറ്റിന്റെ 2 പ്ലേറ്റിന്റെ എൻഡിനെ ജോയിൻ ചെയ്യാനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. ടു ഗെറ്റ് ദ റിക്വയർഡ് ഡയാമീറ്റർ ഓഫ് ദ ബോയിലർ. നമ്മൾ റിക്വയർഡ് ഡയാമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനാണ് ഷീറ്റിന്റെ 2 എൻഡും വളച്ച് ജോയിൻ ചെയ്തിട്ട് ഈ ഡയാമീറ്റർ ആണ് കിട്ടുന്നത് നമുക്ക്. ഇനി ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫോർ ദിസ് പർപ്പസ് എ ട്രിപ്പിൾ റിവറ്റഡ് ബട്ട് ജോയിന്റ് വിത്ത് 2 കോപ്പർ പ്ലേറ്റ്സ്, കോപ്പർ അല്ല കവർ പ്ലേറ്റ്സ് ആർ യൂസ്ഡ്. അപ്പോൾ 2 കവർ പ്ലേറ്റ് അല്ലെങ്കിൽ 2 സ്റ്റാപ്പ് പ്ലേറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ റിവറ്റഡ് ബട്ട് ജോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബട്ട് ജോയിന്റ് ആണ് കാണുന്നത്, 2 പ്ലേറ്റ്സ് ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഇവിടെയും ഒരു പ്ലേറ്റ് അപ്പുറത്തൊരു പ്ലേറ്റ് വെച്ചിട്ട് ട്രിപ്പിൾ റിവറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനാണ് ലോഞ്ചിറ്റ്യൂണൽ ജോയിന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ബട്ട് ജോയിന്റ് എന്ന് പറയും. അപ്പൊ ഇതുപോലെ നമ്മള് ലോഞ്ചിറ്റ്യൂണൽ ബട്ട് ജോയിന്റ് ഒരെണ്ണം ഉണ്ടാക്കി, ഇതുപോലത്തെ ഒരു ഷീറ്റ് ഉണ്ടാക്കി.
ഒരു സിലിണ്ടർ ഉണ്ടാക്കി. ഇനി ഇതുപോലെ തന്നെ വേറൊരു സിലിണ്ടർ കൂടി ഉണ്ടാക്കിയിട്ട് ഈ 2 സിലിണ്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ട് ലെങ്ത് കൂട്ടണം. അതിനായിട്ട് ഇതുപോലെ ചെയ്യും. കണ്ടോ? അതാണ് രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ സിലിണ്ടർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത സിലിണ്ടർ വെച്ചിട്ട് ഓവർലാപ്പ് ചെയ്ത് വെക്കും. ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് അവിടെ ലാപ്പ് ജോയിൻ്റ് കൊടുക്കും. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് അടുത്ത സിലിണ്ടർ ഇറക്കി വെക്കുമ്പോൾ ഇപ്പോൾ ഈ 2 ലാപ്പായിട്ട് 2 സിലിണ്ടറിൻ്റെയും സർഫസ് ഓവർലാപ്പ് ചെയ്തിട്ട് വെച്ചിട്ട് ഇതുപോലെ റിവറ്റ് അടിക്കും ചുറ്റും. ഇതിനെ സർക്കംഫറൻഷ്യൽ ജോയിൻ്റ് എന്ന് പറയും. അപ്പോൾ സർക്കംഫറൻഷ്യൽ ജോയിൻറ്റിന് യൂസ് ചെയ്യുന്നത് ലാപ്പ് ജോയിൻ്റ് ആണ്. അപ്പോൾ അടുത്ത ജോയിൻ്റ് എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ ജോയിൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ റിക്വയർഡ് ലെങ്ത് ഓഫ് ദ ബോയിലർ. അപ്പോൾ ബോയിലറിൻ്റെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫസ്റ്റ് സിലിണ്ടർ, സെക്കൻഡ് സിലിണ്ടർ, ഇനി ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ ഒരു സിലിണ്ടർ കൂടി വെച്ചിട്ട് ഇവിടെ ലാപ്പ് ജോയിൻ്റ് അടിക്കും. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ റിക്വയർഡ് ലെങ്ത് ഓഫ് ദ ബോയിലർ. ഫോർ ദിസ് പർപ്പസ് എ ലാപ്പ് ജോയിൻ്റ് വിത്ത് one ring overlapping the other alternatively is used. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയിലർ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസൈനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ, ഡിസൈൻ പ്രൊസീജിയർ ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ ബട്ട് ജോയിൻറ്റ്. അപ്പോൾ ബട്ട് ജോയിൻറ്റ് ഡിസൈൻ ചെയ്യാനുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഡിസൈൻ പ്രൊസീജിയർ ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ ബട്ട് ജോയിൻറ്റ്. അപ്പോൾ ഈ ഡിസൈൻ പ്രൊസീജിയർ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം. അതിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സെലക്ട് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്. അപ്പോൾ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ചിലപ്പോൾ നമുക്കത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും എന്ത് ടൈപ്പ് ജോയിൻ്റ് ആണെന്നുള്ളത്. ഇനി അത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ അത് നമ്മൾ സെലക്ട് ചെയ്യണം. ടേബിൾ 5.2 കൊടുക്കുക. ടേബിൾ 5.2 പേജ് നമ്പർ 84 പോയി കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ തിക്നെസ് ഓഫ് ബോയിലർ ഷെൽ. ചിലപ്പോൾ തിക്നെസ് തന്നിട്ടുണ്ടായിരിക്കും, നമുക്ക് പ്ലേറ്റിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ടായിരിക്കും. തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PI × D / 2 × sigma T × N. ഇക്വേഷൻ നമ്പർ 5.1 ആണ്, പേജ് നമ്പർ 79. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവിടെ ഈ എഫിഷ്യൻസിയിലെ ടേം ഉണ്ടല്ലോ, അത് പറയുന്നത് എഫിഷ്യൻസി ഓഫ് ദ ജോയിൻ്റ് ആണ്. ജോയിൻ്റ് എഫിഷ്യൻസി അത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ടേബിൾ 5.4B പേജ് നമ്പർ 85, അല്ലെങ്കിൽ ടേബിൾ 5.1 പേജ് നമ്പർ 84. ഇതിൽ രണ്ട് ടേബിളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ചിലപ്പോൾ എഫിഷ്യൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ നമുക്ക് ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. പിന്നെ PI എന്ന് പറയുന്നത് ആ സിലിണ്ടറിനകത്ത് വരുന്ന പ്രഷറാണ്, അതായത് സ്റ്റീം പ്രഷർ. അതുപോലെ സിഗ്മ T ടെൻസൈൽ സ്ട്രെസ്. D എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ആണ്, ബോയിലർ ഷെല്ലിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നമുക്ക് തിക്നെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂസിങ് ടേബിൾ 5.3C പേജ് നമ്പർ 85 പോവാം. ഈ ടേബിൾ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് തിക്നെസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10.5 കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യാം. അതെ, സ്റ്റെപ്പ് 3 ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോളിൻ്റെ ഡയാമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് തിക്നെസ് ഈസ് മോർ ദാൻ 8 mm. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ തിക്നെസ് മോർ ദാൻ 8 mm ആണെങ്കിൽ, T ഗ്രേറ്റർ ദാൻ 8 mm ആണെങ്കിൽ, ദെൻ D = 6.325 T എന്ന് പറയുന്ന തിക്നെസ്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഇവിടെ D എന്ന് ഉദ്ദേശിക്കുന്നത് റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഡിസൈനിൽ വരുന്ന കാൽക്കുലേഷൻസ് ഒക്കെ റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5.11D പേജ് നമ്പർ 81. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് T ലെസ് ദാൻ 8 mm. അപ്പോൾ തിക്നെസ് 8 mm കുറവാണെങ്കിൽ ദെൻ ഡയാമീറ്റർ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ഇക്വേറ്റിംഗ് PS ആൻഡ് PC. അതായത് PS ആൻഡ് PC. PS എന്ന് പറയുന്നത് ഇത് ഷിയറിംഗ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനും അതുപോലെ ക്രഷിംഗ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ D must be rounded off to the nearest standard value with the help of following table.
അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റിവറ്റ് ഹോളിൻ്റെ ഡയാമീറ്റർ. റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നേരത്തെ പ്രോബ്ലം ചെയ്തൊക്കെ റിവറ്റിൻ്റെ ഡയമീറ്റർ വെച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ ഡിസൈനിൽ ഇപ്പം ഇനി വരുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് റിവറ്റ് ഹോളിൽ വെച്ചിട്ട് ഡയമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ റിവറ്റ് ഡയമീറ്റർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഹോൾ ഡയമീറ്റർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഡി എന്ന് പറയുന്നത് റിവറ്റ് ഹോൾ ഡയമീറ്റർ ആണ്. ദെൻ ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് 13, 15, 17, 19, 21, 23, 25, 28.5, 31.5, 34.5, 37.5, 41 ആൻഡ് 44. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാം. ഇത് ഡാറ്റ ബുക്കിലില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിൻ്റെ നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഇതിൽ വരുന്ന ഏതാണോ അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റിവറ്റ് ഹോൾ ഡയമീറ്റർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഈ ടേബിളിൽ നിങ്ങൾക്ക് ഈ വാല്യൂസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഡയാമീറ്ററിനെ ജസ്റ്റ് ഇപ്പോൾ 25.6 കിട്ടിയെന്നുണ്ടെങ്കിൽ അത് 27ലേക്ക് അങ്ങോട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ചെയ്യാം, എന്നാലും മതി. ബെറ്റർ ഇത് എടുക്കുന്നതാണ് നല്ലത്. അവിടെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യൂസ് ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ ഫോർ ഓൾ കാൽക്കുലേഷൻസ്. നമ്മുടെ എല്ലാ കാൽക്കുലേഷനും യൂസ് ചെയ്യേണ്ടത് റിവറ്റ് ഹോൾ ഡയാമീറ്റർ ആണ്, അല്ലാണ്ട് റിവറ്റിൻ്റെ ഡയാമീറ്റർ അല്ല. അപ്പോൾ ഡി ഈക്വൽ ടു റിവറ്റ് ഹോൾ ഡയാമീറ്റർ ആണ് ഇനിയുള്ള ഡിസൈൻ കാൽക്കുലേഷനിലേക്ക് വേണ്ടത്. ഫോർത്ത് സ്റ്റെപ്പ് 4 പിച്ച് കണ്ടുപിടിക്കുക. പിച്ച് ഓഫ് റിവറ്റ്സ്. പിച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ N1 പ്ലസ് 1.875 N2 ഇൻറ്റു പൈ ഡി സ്ക്വയർ ടോ ബൈ 4T സിഗ്മ ടി പ്ലസ് ഡി. ഇക്വേഷൻ നമ്പർ 5.12 A ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് പിച്ച് കണ്ടുപിടിക്കുക. ഇനി പിച്ച് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, K1 ഇൻറ്റു ടി പ്ലസ് 41 mm. അതായത് ഇക്വേഷൻ നമ്പർ 5.12 B ആണ്. ഇതിൽ കെയുടെ വാല്യൂ, K1ൻ്റെ വാല്യൂ ടേബിൾ 5.4 A എന്ന് കിട്ടും, പേജ് നമ്പർ 85. അപ്പം നിങ്ങൾ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് പിച്ച് കണ്ടുപിടിച്ചിട്ട് അഡോപ്റ്റ് ലോവർ വാല്യൂ ഓഫ് ദ പി ഫ്രം എബവ് ടു ഇക്വേഷൻസ്. രണ്ട് ഇക്വേഷൻ വെച്ച് പിച്ച് കണ്ടുപിടിച്ചത് ലീസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമ്മൾ പിച്ചായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ ബട്ട് ജോയിൻ്റാണ് ചെയ്യുന്നതെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. എല്ലാം ബട്ട് ജോയിൻറ്റിൻ്റെ ഡിസൈൻ ചെയ്യാനുള്ള പ്രൊസീജിയറാണ്. ആൻഡ് സ്റ്റെപ്പ് 5 ട്രാൻസ്വേഴ്സ് പിച്ച് PT. അതായത് ഫോർ ഈക്വൽ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ എ റോ. ഫോർ ഈക്വൽ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ഓരോ റോയിലുള്ള നമ്പർ റിവറ്റ്സിൻ്റെ നമ്പർ ഈക്വൽ ആണെങ്കിൽ, അതിൽ ചെയിൻ റിവറ്റിംഗ് ആണെങ്കിൽ PT ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2D ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 5.14 A. ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുമ്പോൾ PT ഇക്വേറ്റ് ചെയ്താൽ മതി. PT ഈസ് ഈക്വൽ ടു 2D എടുക്കുക. അപ്പോൾ റിവറ്റ് ഹോൾ ഡയമീറ്റർ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് കിട്ടി, അത് അപ്പോൾ 2 ഇൻറ്റു അത് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് പിച്ച് കിട്ടും. ഇനി 6 ആഗ് റിവറ്റിംഗ് ആണെങ്കിൽ PT ഈക്വൽ ടു ഇതെടുക്കുക, ഈ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ PT ഈക്വൽ ടു എടുക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ PT ഈക്വൽ ടു 0.33 P പ്ലസ് 0.67 D ഇക്വേഷൻ എടുക്കാം. സിമിലർലി യൂസ് ഇക്വേഷൻസ്, നമ്മൾ വേറെ ഇക്വേഷൻസ് ഉണ്ട്, ഈ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം നമുക്ക് പിച്ച് കണ്ടുപിടിക്കാനായിട്ട്, ട്രാൻസ്വേഴ്സ് പിച്ചിന് വേണ്ടി. അടുത്ത സ്റ്റെപ്പ് 6 കവർ പ്ലേറ്റിൻ്റെ തിക്നെസ്. ഇവിടെ നമ്മൾ ബട്ട് ജോയിൻ്റ് ആണല്ലോ ഡിസൈൻ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കവർ പ്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രാപ്പ് പ്ലേറ്റിൻ്റെ തിക്നെസ് ഉണ്ടാവും T1. അപ്പോൾ യൂസ് ഇക്വേഷൻസ് 5.4 A, B, C, D, E, F, പേജ് നമ്പർ 79 തൊട്ട് 80 വരെയുള്ള ഇത്രയും ഇക്വേഷൻസ് ഉണ്ട്. അത് നമുക്ക് ഏത് ഇക്വേഷൻ വെച്ചും ചെയ്യാൻ പറ്റും. 7 മാർജിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ M is equal 1.5 D ആണ്, പേജ് നമ്പർ 83 ഇക്വേഷൻ 5.16. അടുത്തത് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ലീസ്റ്റ് വാല്യൂ ഓഫ് PT, PS ആൻഡ് PC ഡിവൈഡ് ബൈ P. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നും കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് മിനിമം വാല്യൂ എടുക്കുക, ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ചെയ്യും. അടുത്തത് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. 2 plates 10 mm thick, each are to be joined by means of a single riveted double strap butt joint. സിംഗിൾ റിവറ്റഡ് ആണ്, പ്ലേറ്റിൻ്റെ തിക്നെസ് 10 mm, സിംഗിൾ റിവറ്റഡ് ആണ്, അതുപോലെ തന്നെ ഡബിൾ സ്ട്രാപ്പ് ആണ്, ബട്ട് ജോയിൻറ്റ്. അപ്പോൾ 2 സ്ട്രാപ്പ് ഉണ്ട്, ബട്ട് ജോയിൻ്റ് ആണ്. ഡിറ്റർമിൻ ദ റിവറ്റ് ഡയാമീറ്റർ, പിച്ച്, സ്ട്രാപ്പ് തിക്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ജോയിൻറ്റ്. നമുക്കിത് ഡിസൈൻ പ്രൊസീജിയറിൽ തന്നെ ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന തിക്നെസ് 10 mm തന്നിട്ടുണ്ട്,
ടൈപ്പ് ഓഫ് ജോയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ റിവറ്റഡ് ആണ്, ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് ആണ്. അപ്പോൾ n = 1 ആണ്. ബട്ട് ജോയിന്റിൽ സിംഗിൾ റിവറ്റ് എന്ന് പറയുന്നത് ഓരോ പ്ലേറ്റിലും ഓരോ റോ ആണ്. അപ്പോൾ n = നമ്പർ ഓഫ് റോ അല്ലെങ്കിൽ നമ്പർ ഓഫ് റിവറ്റ്സ് 1 ആണ്. n1 0 ആണ്. അത് സിംഗിൾ ഷിയർ ഇല്ല. ബട്ട് ജോയിന്റ് ഡബിൾ സ്ട്രാപ്പ് ആയതുകൊണ്ട് സിംഗിൾ ഷിയറിംഗ് ഇല്ല. പിന്നെ ഉള്ളത് n2 ഡബിൾ ഷിയർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഫസ്റ്റ് കേസ് ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ കണ്ടുപിടിക്കാം. സിൻസ് ടി തന്നിട്ടുണ്ട്, എത്രയാണ് 10 mm, ടി ഗ്രേറ്റർ ദാൻ 8 mm ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ d = 6.325 √t ആണ്. ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ നോട്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് d = 20 mm കിട്ടും. നമ്മൾ നേരത്തെ ഞാനൊരു ടേബിൾ തന്നായിരുന്നല്ലോ, ആ ടേബിളിൽ നോക്കുമ്പോൾ 20 കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ ആണ് കേട്ടോ. റിവറ്റിൻ്റെ ഡയമീറ്റർ അല്ല, റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ ആണ് ഇനി എല്ലാ കാൽക്കുലേഷനും ചെയ്യേണ്ടത്. അപ്പോൾ d = 21 mm ആണ് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ. ഇനി നിങ്ങൾക്ക് 20, അപ്പം ഞാൻ നേരത്തെ വന്ന ഒരു ടേബിൾ ഉണ്ടായിരുന്നല്ലോ, സ്റ്റാൻഡേർഡ് ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 20 കിട്ടി. 20 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സ്റ്റാൻഡേർഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 21. അപ്പോൾ 21 സെലക്ട് ചെയ്തു നേരത്തെ. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ റിവറ്റ് ഹോൾ ഡയമീറ്റർ സെലക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, 20 കിട്ടിയെങ്കിൽ 20 എന്നിട്ട് ചെയ്യാം. ഡെസിമൽ വരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഹോൾ നമ്പറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ചെയ്യാം. അടുത്ത റിവറ്റ് പിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. പിച്ച് കണ്ടുപിടിക്കാനായിട്ട് ടൈപ്പ് ഓഫ് ജോയിന്റ് നോക്കണം. ലാപ്പിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ബട്ടിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് നോക്കണം. n1 എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്, n2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിച്ച് എന്ന് പറയുന്നത് 18.41 mm. പിന്നെ പി മാക്സ് അടുത്ത പിച്ച് കണ്ടുപിടിക്കുന്ന അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് K1T + 41 mm. അതിൽ ഫ്രം ടേബിൾ K1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ടി എന്ന് പറയുന്നത് പ്ലേറ്റ് തിക്നെസ് ആണ്. ടേബിൾ 5.4a പോയിട്ട് പേജ് നമ്പർ 85 ഫോർ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് K1 = 3.5. K1ൻ്റെ വാല്യൂ 3.5 സെലക്ട് ചെയ്യുക. പിച്ച് പി മാക്സ് എന്ന് പറയുന്നത് 76 mm. അപ്പോൾ 2 പിച്ച് കിട്ടി. ഒന്ന് എത്രയാണ് 118.41, ഒന്ന് അടുത്തത് 76. ഇതിനകത്ത് മിനിമം വാല്യൂ സെലക്ട് ചെയ്യണം. അപ്പോൾ പിച്ച് = 76 mm സെലക്ട് ചെയ്തു. അടുത്തത് ട്രാൻസ്വേഴ്സ് പിച്ച്. അപ്പോൾ ട്രാൻസ്വേഴ്സ് പിച്ച് കണ്ടുപിടിക്കാനായിട്ട് PT കണ്ടുപിടിക്കാനായിട്ട് ഫോർ ഈക്വൽ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ദ റോസ്. ഈക്വൽ നമ്പർ ഓഫ് റിവറ്റ്സ് ആണല്ലോ ഓരോ റോയിലുള്ളത്. അതെ, അങ്ങനെ അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ പറയും. ചെയിൻ റിവറ്റിങ്ങിൻ്റെ കേസിൽ PT > 2D ഈ ഇക്വേഷൻ എടുക്കുക. ഇനി നമ്മൾ എടുക്കുമ്പോൾ PT = 2D ആക്കുക. 2 × 21 എടുക്കുക. 42 mm ആണ് ട്രാൻസ്വേഴ്സ് പിച്ച്. ഇനി സ്ട്രാപ്പ് തിക്നെസ് TI ഫോർ ഡബിൾ സ്ട്രാപ്പ് ഡബിൾ ബട്ട് ഡബിൾ സ്ട്രാപ്പ് ഓർഡിനറി റിവറ്റിങ്ങിന് ഇക്വേഷൻ നമ്പർ 5.4c എടുക്കുക. TI = 0.625t, അതായത് 6.25 mm കിട്ടും. മാർജിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1.5d ആണ്. ഈ ഇക്വേഷൻ എടുക്കുക. ഇക്വേഷൻ 5.16, മാർജിൻ 31.5 mm കിട്ടും. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടിയറിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ക്രഷിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ദെൻ ഷിയറിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. മൂന്നെണ്ണം കമ്പയർ ചെയ്തിട്ട് മിനിമം വാല്യൂ ചെയ്താൽ നോക്കുക. മിനിമം വരുന്നത് ഇതാണ്, ടിയറിംഗ് റെസിസ്റ്റൻസ് PT ആണ് മിനിമം. പിന്നെ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് കണ്ടുപിടിക്കുക, ഇക്വേഷൻ നമ്പർ ഇവിടെ ഉണ്ട്. അതുപോലെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് PT / P 72.37% ആണ് എഫിഷ്യൻസി. അടുത്ത പ്രോബ്ലം, ഡിസൈൻ എ ഡബിൾ റിവറ്റഡ് സിഗ്സാഗ് ബട്ട് ജോയിന്റ് വിത്ത് ഈക്വൽ കവർ പ്ലേറ്റ്സ്. ഈക്വൽ കവർ പ്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കവർ പ്ലേറ്റും മുകളിലെ കവർ പ്ലേറ്റും താഴത്തെ കവർ പ്ലേറ്റും രണ്ടും ഈക്വൽ ലെങ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഈക്വൽ കവർ പ്ലേറ്റ്. ടു കണക്ട് 2 പ്ലേറ്റ്സ് 20 mm തിക്ക്.
20 mm തിക്കുള്ള രണ്ട് പ്ലേറ്റ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ദ ജോയിൻറ്റ്. അപ്പോൾ ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ജോയിൻറ്റ് ഷുഡ് ബി ലീക്ക് പ്രൂഫ്. ടേക്ക് sigma t is equal to 100 MPa and tau is equal to 60 MPa, sigma c is equal to 120 MPa. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ജോയിന്റ്, സിക്സ് ആഗ് ജോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ഗിവൺ തന്നിരിക്കുന്നത് തിക്നെസ് 20 mm തന്നിട്ടുണ്ട്, സിഗ്മ ടി തന്നിട്ടുണ്ട്, ടോ തന്നിട്ടുണ്ട്, സിഗ്മ സി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്യാം. പ്രൊസീജിയറിൽ വരുമ്പോൾ ഫസ്റ്റ് പ്രൊസീജിയറിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ജോയിന്റ് ബട്ട് ജോയിന്റ് ആണ് തന്നിട്ടുണ്ട്. ഡബിൾ റിവറ്റഡ് ആണ്, ഡബിൾ സ്ട്രാപ്പ് ആണ്, സിഗ്സാഗ് ആണ്. അപ്പം നമ്പർ ഓഫ് റിവറ്റ്സ് എന്ന് പറയുന്നത് n is equal to 2, 2 റോയാണ് റിവറ്റ്സ് ഉള്ളത്. അതുപോലെ n1 is equal to 0. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്കിനി എക്സാമിന് തരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ, ഈ ഫിഗറൊന്നും ഉണ്ടാവില്ല. ഫിഗറൊക്കെ നമ്മൾ വരയ്ക്കുന്നതാണ്. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ വെച്ചാൽ സിക്സാഗ് ആണ്, എത്ര ഒരു റോയിൽ എത്ര റിവറ്റ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അസ്യൂം ചെയ്ത് തീരുമാനിക്കാം. ഓക്കെ, 2. അപ്പോൾ n1 is equal to 0 ആണ്. ഷിയേഴ്സ് കാരണം സിംഗിൾ ഷിയർ ഇല്ല, ഡബിൾ ഷിയറിൽ വരുന്ന 2 റോയ ഉണ്ട്. അപ്പോൾ n2 is equal to 2. അതുപോലെ സെക്കൻഡ് സ്റ്റെപ്പ് തിക്നെസ് ഓഫ് പ്ലേറ്റ് തന്നിട്ടുണ്ട് 20 mm. അവിടെ ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ എന്ന് പറയുന്നത് സിൻസ് ടി ഗ്രേറ്റർ ദാൻ 8 mm, ടി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 8 mm ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ തിക്നെസ് എന്ന് പറയുന്നത് 28.28 mm. Then standard diameter of rivet hole D is equal to 28.5 mm. സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ കിട്ടി 28.5. നമ്മൾ നേരത്തെ തന്ന ടേബിളിൽ നിന്ന് എടുത്തതാണ്. ഇനി 28.5 ആണ് സ്റ്റാൻഡേർഡ് വാല്യൂ. അത് നിങ്ങൾക്ക് ടേബിൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ 28.28 എന്നുള്ളത് 29 ആക്കി എടുക്കാം, റൗണ്ട് ഓഫ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ എടുക്കാം. അടുത്ത സ്റ്റെപ്പ് പിച്ച് കണ്ടുപിടിക്കണം. പിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിനകത്ത് n1 0 ആണ്, ഡബിൾ സ്റ്റാപ്പ് ഉള്ളതുകൊണ്ട് n1 0 ആണ്, n2 2 ആണ്. ദെൻ പൈ ഡി സ്ക്വയർ, ഡി എന്ന് പറയുന്നത് ഇവിടെ റിവറ്റ് ഹോളിൻ്റെ ഡയമീറ്റർ എടുക്കേണ്ടത്, ഡിവൈഡ് ബൈ ടോ എന്ന് പറയുന്നത് 60, പിന്നെ 4 ഇൻറ്റു ടി സിഗ്മ ടി പ്ലസ് ഡി 28.5. അപ്പോൾ പിച്ച് കിട്ടും 100.27. ഇനി പിച്ച് കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ K1T plus 41. ഫ്രം ടേബിൾ 5.4a പോയിട്ട് പേജ് നമ്പർ 85 നമ്പർ ഓഫ് റിവറ്റ്സ് 2 ആണ്. ഫോർ നമ്പർ ഓഫ് റിവറ്റ്സ് 2 ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. അപ്പം ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് എടുത്തിട്ട് നമ്പർ ഓഫ് റിവറ്റ്സ് 2 എടുക്കുക. അപ്പോൾ 2 എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് K1ൻ്റെ വാല്യൂ 3.5 എടുക്കാം. നമ്പർ ഓഫ് റിവറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റോസ് ആണ്. അതിൽ നിന്ന് പി കിട്ടും 111. ഈ രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് മിനിമം വാല്യൂ 100.27 ആണ്. അപ്പോൾ സെലക്ട് പിച്ച് 100.27 സെലക്ട് ചെയ്തു, ലീസ്റ്റ് വാല്യൂ. അപ്പോൾ ഇതിന് ഇവിടെ റൗണ്ട് ഓഫ് ചെയ്ത് 102 എടുത്തിട്ടുണ്ട്. റൗണ്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ചുമ്മാ റൗണ്ട് ഓഫ് ചെയ്ത് എടുത്താണ് 102 എന്നുള്ളത്. ദെൻ അടുത്ത കേസ് ഫോർ ലീക്ക് പ്രൂഫ് ജോയിന്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ലീക്ക് പ്രൂഫ് ജോയിന്റ് ആണെങ്കിൽ പി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6D. അപ്പോൾ അത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ലീക്ക് പ്രൂഫ് ജോയിന്റ് ആവുള്ളൂ. അപ്പോൾ 102 പിച്ച് എന്ന് പറയുന്നത് 102 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ഇൻറ്റു 28.5. അപ്പോൾ 102 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 171. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഹെൻസ് ദ ജോയിന്റ് ഈസ് ലീക്ക് പ്രൂഫ്. ഈ ജോയിന്റ് ലീക്ക് പ്രൂഫ് ആവുന്നില്ലെങ്കിൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഡയാമീറ്റർ ചേഞ്ച് ചെയ്യണം. ഡയമീറ്റർ ചേഞ്ച് ചെയ്തിട്ട് എടുക്കാം. ഡയമീറ്റർ ചേഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ പിച്ച് ചേഞ്ച് ചെയ്തെടുക്കാം. പിച്ച് മാറ്റിയെടുത്താലും മതി. പിച്ച് എന്നുള്ളത് നമ്മൾ അടുത്ത പിച്ച് ഉണ്ടല്ലോ 111, അതെടുത്തിട്ട് ചെയ്ത് നോക്കാം. അടുത്ത ട്രാൻസ്വേഴ്സ് പിച്ച് PT. ഫോർ സിക്സാഗ് റിവറ്റിംഗ് PT, സിക്സാഗ് റിവറ്റിൻ്റെ കേസിൽ PT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്.
അപ്പോൾ ഏതൊക്കെ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ നമ്പർ നോക്കണം കേട്ടോ, ഇക്വേഷൻ നമ്പർ. അപ്പോൾ പി ടി ഇസ് ഈക്വൽ ടു 53 mm ഇവിടെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അത് സ്ട്രാപ്പ് തിക്നെസ് എന്ന് പറയുന്നത് ടി ഐ ഇസ് ഈക്വൽ 0.625 t ഓർഡിനറി റിവറ്റിംഗ്. ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് വിത്ത് ഓർഡിനറി റിവറ്റിംഗിൻ്റെ കേസിൽ ഈ ഇക്വേഷനാണ്, ഇക്വേഷൻ നമ്പർ നോട്ട് ചെയ്യാം. അപ്പോൾ സ്ട്രാപ്പ് തിക്നെസ് 12.5 mm കിട്ടി. മാർജിൻ കണ്ടുപിടിക്കുക, എം ഇസിക്കൽ 1.5 d. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് പി ടി കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ പി ടി കണ്ടുപിടിക്കുക. 14,700 ന്യൂട്ടൺ. ഷിയറിംഗ് സ്ട്രെങ്ത് 143536.42 ന്യൂട്ടൺ. അതുപോലെ ക്രഷിംഗ് സ്ട്രെങ്ത് 136800 ന്യൂട്ടൺ. മൂന്നും കിട്ടിയിട്ട് അതിനകത്ത് മിനിമം വാല്യൂ സെലക്ട് ചെയ്യുക. മിനിമം വരുന്നത് പി സി ആണ്, ക്രഷിംഗ് സ്ട്രെങ്ത് ആണ്. അതിൻ്റെ എഫിഷ്യൻസി ഇസിക്കൽ പി സി ബൈ പി ചെയ്ത് കഴിഞ്ഞാൽ 67.05% ആണ് നമുക്ക് എഫിഷ്യൻസി കിട്ടുന്നത്. ഓക്കെ.